JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, അതായത് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് ഈ സിലബസ് വൈസിൽ LD ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് LD ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ് ആണ്. അതിനകത്ത് ഇന്ന് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ MS Excel ആണ്. അതിൻ്റെ പാർട്ട് 5 ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടും കഴിയുന്തോറും അതിൻ്റെ പാർട്ടിന് നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ടും നമ്മൾ ഈ പാർട്ട് 4 വരെയുള്ള ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ആ 4 പാർട്ടും കണ്ടതിന് ശേഷം 5ാമത്തെ പാർട്ട് കാണണമെന്നൊരു അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the basic object of MS Excel? What is the basic object of MS Excel? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? MS Excelന്റെ അടിസ്ഥാന വസ്തുത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് ഒബ്ജക്റ്റ്, അടിസ്ഥാന വസ്തു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വർക്ക് ബുക്ക്, ഓപ്ഷൻ ബി വർക്ക്ഷീറ്റ്, ഓപ്ഷൻ സി സെല്ല്, ഓപ്ഷൻ ഡി റോയ്. വാട്ട് ഈസ് ദ ബേസിക് ഒബ്ജക്റ്റ് ഓഫ് MS Excel? ഏതാണ് ബേസിക് ഒബ്ജക്റ്റ് ഓഫ് MS Excel? ഓപ്ഷൻ സി ആണ് ആൻസർ, സെല്ല്. വാട്ട് ഈസ് ദ ബേസിക് ഒബ്ജക്റ്റ് ഓഫ് MS Excel? സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. Excel displays the current cell address in which bar? Excel displays the current cell address in which bar? എന്താ ചോദ്യത്തിന് അർത്ഥം? അതായത് ഈ ബാറിന്റെ ഡാഷിൽ നിലവിലുള്ള സെൽ വിലാസം എക്സൽ പ്രദർശിപ്പിക്കുന്നു. ഏതിലാണ് ഈ സെൽ വിലാസം എക്സൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ബി നൈം ബോക്സ്, ഓപ്ഷൻ സി ഫോർമുല ബാർ, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ഏതാണ്? എക്സൽ ഡിസ്പ്ലേസ് ദ കറന്റ് സെൽ അഡ്രസ് ഇൻ വിച്ച് ബാർ? ഏതാണ്? നൈം ബോക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, നൈം ബോക്സ്. നൈം ബോക്സ്. എക്സൽ ഡിസ്പ്ലേസ് ദ കറന്റ് സെൽ അഡ്രസ് ഇൻ വിച്ച് ബാർ എന്ന് ചോദിച്ചാൽ നൈം ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which text function is used to convert all the characters to capital letters in MS Excel? Which text function is used to convert all the characters to capital letters in MS Excel? അതായത് MS Excelല് എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഏത് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഓൾ ദ ക്യാരക്ടേഴ്സ് ടു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ MS Excel? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്പർ, ഓപ്ഷൻ ബി ട്രിം, ഓപ്ഷൻ സി ലെഫ്റ്റ്, ഓപ്ഷൻ ഡി ലോവർ. ഏതാണ് ആൻസർ? വിച്ച് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു convert all the characters to capital letters in MS Excel? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, അപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. Which tool button can sum a large range of data MS Excel? Which tool button can sum a large range of data MS Excel? അതായത് ഏത് ടൂൾ ബട്ടണിന് MS Excelന്റെ ഒരു വലിയ ഡേറ്റ സംഗ്രഹിക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓട്ടോ സം, ഓപ്ഷൻ ബി ഓട്ടോ കറക്റ്റ്, ഓപ്ഷൻ സി ഓട്ടോ ഫില്ല്, ഓപ്ഷൻ ഡി ഡേറ്റ ടൈപ്പ്. ഏതാണ്? വിച്ച് ടൂൾ ബട്ടൺ ക്യാൻ സം എ ലാർജ് റേഞ്ച് ഓഫ് ഡേറ്റ MS Excel? ഏതാണ് ആൻസർ? ഓട്ടോ സം. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓട്ടോ സം. അടുത്ത ക്വസ്റ്റ്യൻ. Which function in MS Excel checks whether a condition is true or
not. Which function in MS Excel checks whether a condition is true or not? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? MS Excelൽ ഏത് ഫംഗ്ഷൻ ആണ് ഒരു വ്യവസ്ഥ ശരിയാണോ അതോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത്? ഏത് ഫംഗ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സം, ഓപ്ഷൻ ബി കൗണ്ട്, ഓപ്ഷൻ സി ഈഫ്, ഓപ്ഷൻ ഡി ആവറേജ്. വിച്ച് ഫംഗ്ഷൻ ഇൻ MS Excel ചെക്സ് വെദർ എ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ നോട്ട്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഈഫ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തുനിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് അങ്ങനെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ അവർക്ക് ഉള്ള സംശയങ്ങളെല്ലാം തന്നെ ഞാൻ തീർത്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ അവരോടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ LD ടൈപ്പിസ്റ്റിന്റെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ JKR അക്കാഡമി ഉണ്ടെന്നും LD ടൈപ്പിസ്റ്റിന്റെ കോച്ചിങ് ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടിന്യൂസ് ക്ലാസ്, ടോപ്പിക് വൈസ് അല്ലെങ്കിൽ സിലബസ് വൈസ് ക്ലാസ്സുകളെല്ലാം തന്നെ എടുക്കുന്നുണ്ടെന്നും എന്ന് അവരെ അറിയിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഷെയർ ചെയ്തു കൊടുക്കാനും നിങ്ങളും കൂടി ഒന്ന് പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ സഹകരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ ഒരു അഭ്യർത്ഥന, സാറിൻ്റെ റിക്വസ്റ്റ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ വൻ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാൻ ഇൻക്ലൂഡ് മൾട്ടി ലെവൽ സോർട്ടിംഗ് ഇൻ എക്സൽ? വിച്ച് ക്യാൻ ഇൻക്ലൂഡ് മൾട്ടി ലെവൽ സോർട്ടിംഗ് ഇൻ എക്സൽ? എന്താണ് എക്സലില് ഈ ലെവൽ സോർട്ടിംഗ് ഉൾപ്പെടാം? ഏതിലാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്? മൾട്ടി ലെവൽ സോർട്ടിങ് എവിടെയാണ്? മൾട്ടി ലെവൽ സോർട്ടിങ് ഉൾപ്പെടാം, അത് ഏതിൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇതില് എക്സലില് മൾട്ടി ലെവൽ സോർട്ടിങ് ഉൾപ്പെടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഏതിലാണ്? ഓപ്ഷൻ എ ഓപ്ഷൻ സോർട്ട്, ഓപ്ഷൻ ബി ഫിൽറ്റർ, ഓപ്ഷൻ സി ആഡ് ലെവൽ ഇൻ സോർട്ട്, ഓപ്ഷൻ ഡി അഡ്വാൻസ് ഫിൽറ്റർ. ഏതിലാണ് മൾട്ടി ലെവൽ സോർട്ടിംഗ് ഉൾപ്പെടുന്നത് എക്സലില്? ഓപ്ഷൻ ആൻസർ ആഡ് ലെവൽ ഇൻ സോർട്ട്. ആഡ് ലെവൽ ഇൻ സോർട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ, ആഡ് ലെവൽ ഇൻ സോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ സെൽസ് ആർ നെയ്മഡ് ഇൻ MS Excel? ഹൗ സെൽസ് ആർ നെയ്മഡ് ഇൻ MS Excel? അതായത് ഈ MS Excelല് സെല്ലുകൾക്ക് എങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആൽഫബറ്റിക്കലി, ഓപ്ഷൻ ബി ന്യൂമറിക്കലി, ഓപ്ഷൻ സി ആൽഫാ ന്യൂമറിക്കലി, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടർ എങ്ങനെയാണ്? ഹൗ സെൽസ് ആർ നെയ്മഡ് ഇൻ MS Excel? ഓപ്ഷൻ സി ആണ് ആൻസർ, ആൽഫാ ന്യൂമറിക്കലി. ആൽഫാ ന്യൂമറിക്കലി. അടുത്ത ക്വസ്റ്റ്യൻ, which tab is used to include pivot table, charts, hyperlinks to a spreadsheet? Which tab is used to include pivot table, charts, hyperlinks to a spreadsheet? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് പിവറ്റ് ടേബിള്, ചാർട്ടുകള്, ഹൈപ്പർ ലിങ്കുകള് എന്നിവ ഉൾപ്പെടുത്താൻ ഏത് ടാബ് ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which tab is used to include pivot table, charts, hyperlinks to a spreadsheet? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻസേർട്ട്, ഓപ്ഷൻ ബി പേജ് ലേഔട്ട്, ഓപ്ഷൻ സി ഡേറ്റ, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതാണ് ആൻസർ? ഇൻസേർട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇൻസേർട്ട്. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് പിവറ്റ് ടേബിൾ, ചാർട്ട്സ്, ഹൈപ്പർലിങ്ക്സ് ടു എ സ്പ്രെഡ്ഷീറ്റ്? ഇൻസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് when importing, querying, outlining and subtotaling the data placed into a worksheet's data list?
which tab in Excel is used when importing, querying, outlining and subtotaling the data placed into a worksheet's data list. എന്താ ആ ചോദ്യത്തിന് അർത്ഥം? അതായത് വർക്ക്ഷീറ്റിന്റെ ഡേറ്റ പട്ടികയിൽ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഡേറ്റ ഇറക്കുമതി ചെയ്യുമ്പോഴും അന്വേഷിക്കുമ്പോഴും രൂപരേഖ തയ്യാറാക്കുമ്പോഴും സബ് ടോട്ടലിംഗ് ചെയ്യുമ്പോഴൊക്കെ എക്സലിലെ ഏത് ടാബാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫോർമുല, ഓപ്ഷൻ ബി ഡേറ്റ, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. വിച്ച് ടാബ് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് വെൻ ഇമ്പോർട്ടിംഗ്, ക്വറിയിങ്, outlining and subtotaling the data placed into a worksheet's data list. ഏതാണ് ആൻസർ? ഡേറ്റ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. Which tab in Excel is used for proofing, protecting and marking up a spreadsheet? Which tab in Excel is used for proofing, protecting and marking up a spreadsheet? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രൂഫ് ചെയ്യാനും പരിരക്ഷിക്കാനും അടയാളപ്പെടുത്താനും ഒക്കെ എക്സലില് ഏത് ടാബാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫോർമുല, ഓപ്ഷൻ ബി ഡേറ്റ, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, റിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ബാർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഷീറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസർഷൻ പോയിന്റ് ലൊക്കേഷൻ ഇൻ MS Excel? Which bar is used to display the sheet information and insertion point location in MS Excel? അതായത് MS Excelല് ഷീറ്റ് വിവരങ്ങളും ഷീറ്റ് വിവരങ്ങളും അതുപോലെ തന്നെ ഉൾപ്പെടുത്തൽ പോയിന്റ് സ്ഥാനവും പ്രദർശിപ്പിക്കുന്നതിന് ഏത് ബാർ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂളർ, ഓപ്ഷൻ ബി സ്ക്രോൾ ബാർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. ഏതാണ്? വിച്ച് ബാർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഷീറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസർഷൻ പോയിന്റ് ലൊക്കേഷൻ ഇൻ MS Excel? ഏതാണ്? സ്റ്റാറ്റസ് ബാർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളെ ക്ലാസ് കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ക്ലാസ്സുകളും മുഴുവൻ ഇരുന്ന് കാണാൻ സാധിക്കണം. ക്ലാസ് തുടക്കുമ്പോൾ തൊട്ട് അവസാനം വരെ മുഴുവൻ ആയിട്ടിരുന്ന് കാണണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് ക്ലാസ് കാണുകയോ ഒന്നും ചെയ്യരുത്. കാരണം വെച്ചാൽ ഓരോ ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് എക്സല്, വേഡ്, പവർ പോയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനുകൾ തമ്മിൽ മാറിപ്പോകാനുള്ള വളരെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ എക്സാം ടൈമിൽ 100% ഉറപ്പാണ് നിങ്ങൾ വേഡിന്റെ ചോദ്യത്തിൽ എക്സലിന്റെ ഉത്തരം എഴുതും, എക്സലിന്റെ ചോദ്യത്തിൽ വേഡിന്റെ ഉത്തരം എഴുതും. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ക്ലാസ് തുടക്കം തൊട്ട് ക്ലാസ് കാണാനിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ക്ലാസ്സിലായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് ക്ലാസ് കൃത്യമായിട്ട് കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് അത് റിക്വസ്റ്റ് നിങ്ങൾ കേൾക്കണമെന്നൊരു സാറിന്റെ അഭ്യർത്ഥന നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരണം എന്നുള്ള മതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തോടെ മാത്രമേ നമുക്ക് വൻ വിജയത്തിലേക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ സ്പ്രെഡ്ഷീറ്റ്? വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ സ്പ്രെഡ്ഷീറ്റ്? അതായത് ഒരു സ്പ്രെഡ്ഷീറ്റ് സൃഷ്ടിക്കുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഏത് ടാബാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി റിവ്യൂ.
ഏതാണ്? വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ സ്പ്രെഡ്ഷീറ്റ്? ഹോം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹോം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ഇൻ എക്സൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ഇൻ എക്സൽ? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് എക്സലിലെ ഡേറ്റ് ആൻഡ് ടൈം പ്രവർത്തനം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫൈൻഡ് സിമ്പല്, ഓപ്ഷൻ ബി മോഡ് സിമ്പല്, ഓപ്ഷൻ സി നൗ സിമ്പല്, ഓപ്ഷൻ ഡി മിഡ് സിമ്പല്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, നൗ സിമ്പല്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മിഡിൽ നമ്പർ ഇൻ എ റേഞ്ച്? വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മിഡിൽ നമ്പർ ഇൻ എ റേഞ്ച്? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ശ്രേണിയിലെ മധ്യമായിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ ഏത് പ്രവർത്തനമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മീഡിയൻ സിമ്പല്, ഓപ്ഷൻ ബി മിഡ് സിമ്പല്, ഓപ്ഷൻ സി ട്രിം സിമ്പല്, ഓപ്ഷൻ ഡി മോഡ് സിമ്പല്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മീഡിയൻ സിമ്പല്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഷീറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസർഷൻ പോയിന്റ് ലൊക്കേഷൻ ഇൻ MS Excel? വിച്ച് ബാർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഷീറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസർഷൻ പോയിന്റ് ലൊക്കേഷൻ ഇൻ MS Excel? അതായത് MS Excelല് ഷീറ്റ് വിവരങ്ങളും ഉൾപ്പെടുത്തൽ പോയിന്റ് സ്ഥാനവും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിന് ഏത് ബാറാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൂളർ, ഓപ്ഷൻ ബി സ്ക്രോൾ ബാർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ദ ഹിഡൻ ഫോർമുല ബാർ ഇൻ എക്സൽ വർക്ക്ഷീറ്റ്? വിച്ച് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ദ ഹിഡൻ ഫോർമുല ബാർ ഇൻ എക്സൽ വർക്ക്ഷീറ്റ്? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? എക്സൽ വർക്ക്ഷീറ്റില് മറഞ്ഞിരിക്കുന്ന ഫോർമുല ബാർ ചേർക്കുന്നതിന് ഏത് പ്രവർത്തന ശ്രേണിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വ്യൂ ഷോ സ്ലാഷ് ഹൈഡ് ഫോർമുല ബാർ, ഓപ്ഷൻ ബി ഇൻസേർട്ട് ഷോ സ്ലാഷ് ഹൈഡ് ഫോർമുല ബാർ, ഓപ്ഷൻ സി ഡേറ്റ ഷോ സ്ലാഷ് ഹൈഡ് ഫോർമുല ബാർ, ഓപ്ഷൻ ഡി ഹോം ഷോ സ്ലാഷ് ഹൈഡ് ഫോർമുല ബാർ. ഏതാണ് ഉപയോഗിക്കുന്നത്? വ്യൂ ഷോ സ്ലാഷ് ഹൈഡ് ഫോർമുല ബാർ. അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ where the cursor moves when you press the enter key in Excel? Which option is used to change the direction where the cursor moves when you press the enter key in Excel? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എക്സലിലെ എൻ്റർ കീ അമർത്തുമ്പോൾ കഴ്സർ നീങ്ങുന്ന ദിശ മാറ്റാൻ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്സൽ ഓപ്ഷൻസ് അഡ്വാൻസ് ഇനേബിൾ ഓട്ടോ കംപ്ലീറ്റ് ഫോർ സെൽ വാല്യൂസ്, ഓപ്ഷൻ ബി എക്സൽ ഓപ്ഷൻസ് അഡ്വാൻസ് എക്സ്റ്റെൻഡ് ഡേറ്റ റേഞ്ച് ഫോർമാറ്റ്, ഓപ്ഷൻ സി എക്സൽ ഓപ്ഷൻസ് അഡ്വാൻസ് ചൂസ് ഡയറക്ഷൻ ബൈ ക്ലിക്കിംഗ് ഡൗൺ ആരോ നെക്സ്റ്റ് ടു ചെക്ക് ബോക്സ്. അടുത്ത ഓപ്ഷൻ ഡി എക്സൽ ഓപ്ഷൻസ് അഡ്വാൻസ് ഇനേബിൾ ഫിൽ ഹാൻഡിൽ ആൻഡ് സെൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഏതാണ് ആൻസർ? വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ വെയർ ദ കഴ്സർ മൂവ്സ് വെൻ യു പ്രസ് ദ എന്റർ കീ ഇൻ എക്സൽ? ഏതാണ് ആൻസർ? എക്സൽ ഓപ്ഷൻസ് അഡ്വാൻസ് ചൂസ് ഡയറക്ഷൻ ബൈ ക്ലിക്കിംഗ് ഡൗൺ ആരോ നെക്സ്റ്റ് ടു ചെക്ക് ബോക്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് ഈസ് യൂസ്ഡ് ടു കീപ്പ് റോസ്
constant and column changes and vice versa while copying a formula from one area of the worksheet to another in Excel. Which type of addressing is used to keep rows constant and column changes and vice versa while copying a formula from one area of the worksheet to another in Excel? അതായത് അതിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കാം. വരികളുടെ സ്ഥിരവും നിരയിലെ മാറ്റങ്ങളും നിലനിർത്തുന്നതിന് ഏതു തരം വിലാസമാണ് ഉപയോഗിക്കുന്നത്, കൂടാതെ വർക്ക്ഷീറ്റിലെ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എക്സലിലെ ഒരു ഫോർമുല പകർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിക്സഡ്, ഓപ്ഷൻ ബി ജനറൽ, ഓപ്ഷൻ സി റിലേറ്റീവ്, ഓപ്ഷൻ ഡി അബ്സല്യൂട്ട്. ഏതാണ് ആൻസർ? മിക്സഡ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ, മിക്സഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which function key is used to open go to dialog box in MS Excel? Which function key is used to open go to dialog box in MS Excel? അതായത് MS Excelലെ ഡയലോഗ് ബോക്സിലേക്ക് പോകാൻ ഏത് ഫംഗ്ഷൻ കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ F2, ഓപ്ഷൻ ബി F5, ഓപ്ഷൻ സി F7, ഓപ്ഷൻ ഡി F11. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, F5. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് QR കോഡ്? QR കോഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് QR കോഡ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്വിക്ക് റിസൾട്ട് കോഡ്, ഓപ്ഷൻ ബി ക്വാഡ്രാറ്റിക് റെസ്പോൺസ് കോഡ്, ഓപ്ഷൻ സി ക്വിക്ക് റെസ്പോൺസ് കോഡ്, ഓപ്ഷൻ ഡി ക്വിക്ക് റിലേ കോഡ്. ഏതാണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് QR കോഡ്? ക്വാഡ്രാറ്റിക് റെസ്പോൺസ് കോഡ്. ക്വാഡ്രാറ്റിക് റെസ്പോൺസ് കോഡ്, അതാണ് QR കോഡിന്റെ ഫുൾ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് QR കോഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് റെസ്പോൺസ് കോഡ്. പ്രത്യേകം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.